അപ്പോ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ദുരന്തർ 2 എന്ന സിനിമയുടെ ട്രെയിലറിനെ പറ്റിയാണ്. അപ്പൊ നാളെയാണ് ഇതിന്റെ റിലീസ്. പ്രീ റിലീസിംഗ് ആയി ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് 130 കോടിയുടെ ഓൾറെഡി അവർ കളക്ട് ചെയ്തു. പ്രീ ബുക്കിംഗ് വഴി അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ അക്കോർഡിംഗ് ടു ദിസ് ഫിനാൽ അനലൈസസ് അതൊരു വലിയ ഹിറ്റ് ആയിരിക്കും. പ്രീ ബുക്കിംഗ് വഴി 130 കോടി കിട്ടിയില്ലെങ്കിൽ OTT അങ്ങനെ ഒരു 100-200 ക്രോസിന് മ്യൂസിക് റൈറ്റ്സ് അങ്ങനെ എല്ലാം കൂടിയിട്ട് 200 ക്രോസിന്റെ അടുത്ത് അവിടെ നിന്ന് അവർ വരയ്ക്കണം. അപ്പൊ ടോട്ടൽ തന്നെയായി ഇപ്പൊ 330 ക്രോസ്. ഇനിയിപ്പോ ബാക്കി എന്തായാലും കളക്ഷൻസ് ഇപ്പൊ വരുന്ന നാളുകളിൽ എത്ര കളക്ഷൻ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇത് നമ്മൾ ട്രെയിലറെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഫിലിമിനെ പറ്റിയിട്ടും ദുരന്തർ 1 അതിനു മുന്നേ എനിക്ക് സംസാരിക്കാനുള്ളത് ദുരന്തർ 1 ഒരു വൻ വിജയമായിരുന്നു. 1300 ക്രോസ് ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ ചുരുക്കം ഫിലിംസ് മാത്രമാണ് 1000 ക്രോസ് കഴിഞ്ഞത്. അതിനകത്ത് ഹിന്ദി ഫിലിംസ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് 1000 ക്രോർ കാണാൻ തുടങ്ങിയത്. അത് ഷാറുഖ് ഖാന്റെ പത്താൻ ഒരു പൊട്ട സിനിമയായിരുന്നു. ജവാനും ഒരു പൊട്ട സിനിമയായിരുന്നു. എങ്ങനെ 100,000 ക്രോർസ് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയാൻ പറ്റില്ല. ഷാറുഖ് ഖാന്റെ ബിസിനസ് ടാക്ടിക്സ് ആയിരിക്കും അത്. മീൻസ് പേപ്പറിലുള്ള 1000 ക്രോർസ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഹിന്ദിയിൽ എനിക്ക് രൺവീർ സിംഗിന്റെ അനിമൽ. അനിമൽ ഞാൻ തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പത്താനും ജവാനും ഞാൻ തിരക്ക് കണ്ടിട്ടില്ല തിയേറ്ററിൽ. അനിമൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കളക്ഷൻ റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഇപ്പൊ ഇറങ്ങിയ പുഷ്പയുടെ കളക്ഷനും എനിക്ക് മനസ്സിലായിട്ടത് എങ്ങനെയാണ് പുഷ്പക്ക് ഇത്ര കളക്ഷൻ വന്നത്. KGF നല്ലൊരു സിനിമയായിരുന്നു. ഈവൺ ഓസ്ട്രേലിയ, ഞാൻ ജീവിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയയിൽ പോലും ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ട് ഓടിയൊരു മൂവിയായിരുന്നു KGF 2. അപ്പോ ഇത് നമുക്ക് നോക്കാം. ദുരന്തർ ഓഫ് കോഴ്സ് ദുരന്തറിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ദുരന്തർ പക്ഷെങ്കിൽ ഒരു സ്ലോ ആയിട്ട് ഒന്ന് ഭയങ്കര ഹിറ്റായ ഒരു മൂവിയാണ്. അത് ഇവഞ്ച്വലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ ഹിറ്റായ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നാളെ ദുരന്തമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അച്ഛനൊന്നല്ല ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ നമുക്ക് നോക്കാം നാളെ ദുരന്താവോ അല്ലെങ്കിൽ ഭയങ്കര വൻ ഹിറ്റാവോ. ഇന്ത്യയിൽ ഇനി രണ്ടാമത്തെ 2000 മീൻസ് അമീർ ഖാന്റെ ദംഗൽ കഴിഞ്ഞ 2000 ക്രോസ് ഉണ്ടാക്കാൻ പോകുന്ന രണ്ടാമത്തെ മൂവിയായി മാറുമോ എന്നല്ലൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ട്രെയിലർ വാച്ച് ചെയ്ത് ട്രെയിലർ എങ്ങനെയാണെന്ന് നോക്കാം. ട്രെയിലറിൽ ഒരുപാട് കമന്റ്സ് എനിക്ക് ഉണ്ട് ആക്ച്വലി ട്രെയിലറിൽ. അപ്പൊ ട്രെയിലറിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം ട്രെയിലർ എങ്ങനെയാന്ന്. സ്റ്റാർട്ടിങ് ആണ്. ഹിന്ദുക്കൾ വളരെ പേടിത്തോണ്ടന്മാരാണ്. അത് തന്നെ എന്താ പറയണ്ടേ, ഹിന്ദുക്കളൊന്ന് പ്രൊവോക്ക് ചെയ്ത് കയറ്റാൻ വേണ്ടിട്ട്, തിയേറ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത്. മിക്കവാറും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഡയലോഗ്. എനിക്ക് അറിഞ്ഞൂടെ ഇതെന്തിനാണ് ഇപ്പൊ മൊത്തം പഞ്ചാബി സോങ്സ് ഈ ട്രെയിലറിൽ. ഇത് ലിയാരുടെ ഭരണം ആരേറ്റെടുക്കും, ഇത് ബാഹുബലിനെ ക്യൂമാരാന്ന് ചോദിച്ചതിന്റെ തൊട്ട് കോന്മാരാ, അങ്ങനെ എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നില്ല, അതേപോലത്തെ ഒരു ചോദ്യമാണ്. പാട്ട് മോശമില്ല, പാട്ട് സിങ്ക് ആവുന്നുണ്ട് സീൻസുമായിട്ട്. രൺവീർ സിംഗിന്റെ സ്റ്റാൻഡ് അലോൺ മൂവി പോലെ ഉണ്ട്. ഇതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോള് ഒന്ന് സംഗീതത്തിന്റെയാണ്. ഞാൻ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടായിരുന്നു. അതിനകത്ത് സംഗീതത്തിന്റെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര, സംഗീതത്തിന്റെയും എസ്പെഷ്യലി സംഗീതത്തിന്റെയും അക്ഷയ് ഖന്നയുടെയും പിന്നെ മാധവന്റെയും കാസ്റ്റിംഗ്. മാധവന്റെ ലുക്ക് ആക്ച്വലി അജിത് ഡോവലിന്റെ സിമിലർ ആയിട്ട് ഒരു 80% സിമിലർ ലുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ സംഗീതത്തിന്റെ 90% SP ചൗധരി അസ്ലമിന്റെ എക്സാക്ട്ലി ഫേസ് കട്ട് വന്നിട്ടുണ്ട്. ഈവൻ ചൗധരി അസ്ലമിന്റെ വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷി വാസ് വെരി ഹാപ്പി ടു സീ സംഗീതത്ത് ആസ് ചൗധരി അസ്ലം ഇൻ ദ മൂവി. അപ്പോ അതിപ്പോ അങ്ങനെ ഒരു വൈഫ് തന്നെ പറയുമ്പോൾ നമുക്ക് ഊഹിച്ചൂടെ ഇപ്പൊ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും ആ ഒരു റോളിൽ നിന്ന്.
അപ്പോൾ നമുക്ക് നോക്കാം. കേട്ടിട്ടല്ലേ, നോവുകളാണ് ഒരുവന്റെ നാട്ടിൽ ഉറപ്പിക്കുന്നത്. ഇവന്റെ കാസ്റ്റിംഗ് എനിക്ക് പറയാൻ വിട്ടുപോയി. ഇതിന്റെ അകത്ത് അർജുൻ രാംപാൽ ചെയ്ത ഒരു ലക്ഷറി തോയ്ബയുടെ മീൻസ് മേജർ ഇക്ബാൽ അങ്ങനെ എന്തോ ഒരു ആളുണ്ടായിരുന്നു, കാശ്മീരി. നമുക്ക് മുമ്പേ ടെററിസ്റ്റ് അറ്റാക്ക് വല്ലറില്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഗോട്ട് അസാസിനേറ്റ്. അപ്പോ അവന്റെ ഈ കാസ്റ്റിംഗ് അർജുൻ രാംപാൽ ആക്ച്വലി നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ലുക്ക്, മേക്കപ്പ് അല്ല ബെസ്റ്റ്, സൂപ്പറാണ്. എന്റെ ഓവർ ആക്ടിങ്, രൺവീർ സിംഗിന് ഭയങ്കര ഓവർ ആക്ടിങ്. എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് മാത്രമാണ്, അല്ലാണ്ട് ഫൈറ്റിങ് മോശമില്ല, അത്യാവശ്യം നല്ല ഫൈറ്റിംഗ് ആണ്. ആക്ഷൻസ് എല്ലാം മോശമില്ലല്ലോ, അത് നല്ല രസമുണ്ട്. അനിമൽ ഹിറ്റായതോട് കൂടിയിട്ട് വയലൻസ് അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിന്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗിൽ ഇതിന്റെ അകത്ത് ചൗധരി അസ്ലമിന്റെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാശ്മീരിയുടെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, രൺവീർ സിംഗ് ചെയ്ത ഒരു കഥാപാത്രത്തിന് ഒരു മീൻസ് 100% ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് അല്ല, പക്ഷെ അങ്ങനെയും എനിക്ക് തോന്നുന്നു കാശ്മീരിലായിട്ടും ഒരു മേജർ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഗോട്ട് കിൽഡ്. അപ്പോ അതും കാസ്റ്റിംഗ്, അവന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് രൺവീർ സിംഗിന്. പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് അജിത് ഡോവലിന്റെ ഇത്, പിന്നെ ഇന്ത്യൻ ഒരു പൊളിറ്റീഷ്യന്റെ എന്തൊരു സിംഗ് ഉണ്ടായിരുന്നില്ലേ, ഫോമർ ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്നത്, ഫോമർ മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു അണ്ടർ കോൺഗ്രസ് BJP ഗവൺമെന്റ്. അപ്പോ ആ കാസ്റ്റിംഗ് എല്ലാം മോശമില്ല, പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ. ടോക്സിക്കും ഇതും തമ്മിലുള്ള ക്ലാഷ് ഞാൻ വളരെ പ്രതീക്ഷിച്ചിരുന്നു. ടോക്സിക് മീൻസ് ലൈക്ക് എന്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, സൗത്ത് വേഴ്സസ് നോർത്ത് വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ടോക്സിക്കിന് അത്യാവശ്യം കളക്ഷൻ, പക്ഷെ എങ്കിലും ടോക്സിക് പിന്മാറിയത് നന്നായിരുന്നു. കാരണം ടോക്സിക് ഒരുപാട് ബജറ്റോട് കൂടി ഇറക്കാൻ വെച്ച സിനിമയായിരുന്നു. അപ്പോൾ അത് അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ആ ഒരു കളക്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ഈ ഒരു ക്ലാഷ് ചിലപ്പം വിചാരിച്ച കളക്ഷൻ വന്നില്ല. ഇതിപ്പം രണ്ടുപേരും ജയിക്കുന്ന ഒരു നല്ലൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെങ്കിൽ ആ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഇത് കോപ്പി മീൻസ് എനിക്ക് ഇതിന്റെ അകത്തുള്ള പാട്ടും കാര്യങ്ങളും എല്ലാം തോന്നുമ്പോൾ അനിമൽ KGF ശേഷം പിന്നെ മൊത്തം വയലൻസ് മാത്രമാണ്, ജനങ്ങൾക്ക് മൊത്തം ഇഷ്ടം വയലൻസ് ആണ്. പിന്നെ ഷെയ്ഡ് ലൈക്ക് അറിഞ്ഞൂടെ ഇതിന്റെ അകത്ത് ആരാണ് ക്ലിക്ക് ആവുമെന്ന്. കഴിഞ്ഞ പാട്ടിൽ അക്ഷയ് കന്യായിരുന്നു ഹീറോയിനെക്കാട്ടും കൂടുതൽ ക്ലിക്ക് ആയത്. കോടിക്കണക്കിന് റീൽസ് അക്ഷയ് കന്യയുടെ പേരിലാണ് വന്നത്. അപ്പോ ഇതിന്റെ അകത്ത് ഇനി വില്ലൻ ആരാണ് മെയിൻ, ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ക്യാരക്ടറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ തേർഡ് പാർട്ടില്. 3 hours 50 minutes അങ്ങനെ എത്രയാണ് ഫിലിം, നിയർലി 4 മണിക്കൂറുണ്ട് ഈ ഫിലിം. അപ്പോ നമുക്കെല്ലാവർക്കും നോക്കാം എന്താവുമെന്ന്. ഇപ്പൊ നാളെയാണ് റിലീസ്. അപ്പോ നമുക്ക് ഇത് ജയിക്കുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം നാളെ എങ്ങനെ ഉണ്ടാവുന്നു. ഫസ്റ്റ് ഡേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സിനിമ കഴിഞ്ഞ പാട്ടിന് ഇത്രയും ക്ലിക്ക് ആവാൻ കാരണം അതിന് മീൻസ് അധികം ഹൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു സിനിമ ഹിറ്റ് ആവുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദുരന്തർ പാർട്ട് 1. അപ്പൊ പാർട്ട് 2
അത് ക്ലിക്ക് ആവോ ഇല്ലയോ. പാർട്ട് 1ന്റെ ഹൈപ്പിൽ പാർട്ട് 2ന് അത്യാവശ്യം കളക്ഷൻ കിട്ടുമായിരിക്കും. പക്ഷെങ്കിൽ പഴയതുപോലെ ഹിറ്റ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗുഡ് ലുക്കിംഗ് നൈസ്. പിന്നെ എനിക്ക് ഒരു കാര്യം, ഒരു റെസ്പെക്ട് ഉണ്ട് ഈ ആദിത്യ ധർ എന്ന് പറഞ്ഞ ഡയറക്ടറോട്. ഈ ചില ഡയറക്ടർമാരുണ്ട് പാർട്ട് 1 എടുത്തിട്ട് 10 കൊല്ലം 15 കൊല്ലം എടുത്തിട്ട് പാർട്ട് 2 എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാണ്ട് മീൻസ് ഒരു കഥ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ കഥ പറഞ്ഞ് തീർക്കണം. അതാണ് ഒരു ഡയറക്ടറിന്റെ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെയും ഏറ്റവും വലിയ ഒരു കടമ. അതല്ലാതെ ചില കമ്പനി ഉണ്ട്, ഇപ്പൊ സലാറിന്റെ നോക്കുക, ഒരു സിനിമ എടുത്തിട്ട് 100 കൊല്ലം അത് ഇതുവരെ പറഞ്ഞു തീർത്തിട്ടില്ല. പിന്നെ അതേപോലെ പല കഥ, ഈ KGF-ന്റെ 3 വന്നിട്ടില്ല. KGF 1 and 2 ഓക്കെ ഫൈൻ, ദേ ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. പിന്നെ ഏതെല്ലോ സിനിമയുണ്ട് അതേപോലെ ജനഗണമന മലയാളത്തിൽ ഒരു കഥയെടുത്ത് എടുക്കാൻ ഇവര് ഫുള്ള് കഥയും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നിർത്തിക്കൂടെ? പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന കാര്യം മാത്രം ചെയ്യുക. അതല്ലാതെ പകുതി എടുത്തിട്ട് എറിയുന്ന അത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിന് ചേർന്നതല്ല. ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പൊ അതാണ് എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഈ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇനി പ്രൊപ്പഗണ്ട ഫിലിം എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രൊപ്പഗണ്ട എന്ന് പറയും. ഇപ്പൊ ഞാനീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞ് നടക്കാൻ ഒരു 10 ആൾക്കാരുണ്ടാവും. അത് നോർമലാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ വന്ന് തുപ്പിയാൽ പോലും അതിന് പ്രൊപ്പഗണ്ട എന്ന് പറയും ആൾക്കാർ. അത് ഈ എന്തെങ്കിലും എല്ലാം കാരണം അതിൻ്റെ അത് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ കണ്ടറിയാം എന്താവും. പ്രൊപ്പഗണ്ട എന്ന് പറയാൻ 100 ആൾക്കാരുണ്ടാവും. പ്രൊപ്പഗണ്ട അല്ല പാട്രിയോട്ടിസം എന്ന് പറയാൻ ഒരു 1000 ആൾക്കാരുണ്ടാവും. അങ്ങനെയെല്ലാം പറയാൻ പല രീതിയിലും പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്.